മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിന്റെ കാലാവധി തീരാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വീണ്ടും സെക്രട്ടേറിയറ്റ് പരിസരം ഒരു യുദ്ധക്കളമായി അല്ലെങ്കിൽ ഒരു യുദ്ധമുഖമായി പോരാട്ടത്തിന്റെ ഒരു കവാടം ഇവിടെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് സമരങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇന്ന് LPST റാങ്ക് ഹോൾഡേഴ്സ് ആണ് അവരുടെ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിപ്പോൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതികഠിനമായ സമര രീതികൾ വരും ദിവസങ്ങൾ അവലംബിക്കും എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഈ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നതിൽ കൂടുതലും സ്ത്രീകളാണെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആശാ വർക്കർമാരുടെ സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിരാഹാര സമരത്തിലേക്കാണ് ഇവർ കടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരു വനിതയാണ് നിരാഹാര സമരവുമായിട്ട് ഈ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരുപാട് വനിതകളുണ്ട്. അതിൽ നിരാഹാര സമരത്തിൽ ഒരു വനിത ആയിരിക്കുന്നു. കുറച്ചുപേർ ആശുപത്രിയിലാണ്. അപ്പോൾ നമ്മളറിയാം, നമ്മളിവിടെ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ട്. സ്ത്രീകളാണ് കൂടുതലും സമരം ചെയ്യേണ്ടുന്ന ഘട്ടത്തിലേക്ക് നയിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? എന്ത് ആവശ്യങ്ങൾ എന്തൊക്കെ? നമുക്ക് പ്രധാനമായിട്ടും ടീച്ചർമാരും കുട്ടികളും തമ്മിലുള്ള റേഷ്യോ കുറയ്ക്കലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. പിന്നെ HTV പോസ്റ്റ്, അത് എയ്ഡഡ് സ്കൂളിലൊക്കെ ചെയ്യുന്നത് പോലെ ഡിവിഷൻ ഫോള് വന്നിട്ട് പുറത്താക്കപ്പെടുന്ന ടീച്ചർമാരെ HTV പോസ്റ്റുകളിലേക്ക് പുനർവിന്യസിക്കാം. എന്നിട്ട് റിട്ടയർമെന്റ് വേക്കൻസികൾ വരുന്ന ഫ്രഷ് പോസ്റ്റുകൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കാം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ HMന്റെ ക്ലാസ് ചാർജ് ഒഴിവാക്കാൻ. അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നു, നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു. പക്ഷെ നമ്മൾ വീണ്ടും അതിനേക്കാളും സമരം ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നിരാഹാര സമരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെ കഷ്ടപ്പെട്ട് വീണ്ടും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നേടിയെടുക്കാൻ വേണ്ട ഒരു കഷ്ടപ്പാടിലേക്ക് നയിക്കപ്പെടുന്നത് അത് ശരിക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെ അല്ലേ? സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പൊ എന്റെ മക്കൾക്ക് പരീക്ഷ കൊടുക്കുകയാണ്. പക്ഷെ ഞാൻ മക്കളെ വീട്ടിലാക്കിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. എല്ലാ ടീച്ചർമാരുടെയും മക്കൾക്ക് ഇന്ന് എക്സാം കൊടുക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആവശ്യങ്ങള് കണ്ടവര് കാണുന്നില്ലല്ലോ. ഇപ്പൊ 4 പേരുണ്ടായിരുന്നു. 4ാമത്തെ ആളാണ് അല്ലെ? ബാക്കി 3 പേരും ഹോസ്പിറ്റലിലാണ്. അവരുടെ ഷുഗർ ലെവലൊക്കെ ലോ ആയിട്ട് നേരെ പൊട്ടുപോയി. കുറച്ച് നേരത്തെ കൊണ്ടേ രാവിലെ. ഇന്ന് മുട്ടിലിഴഞ്ഞ് സമരം ചെയ്യുക, ആ രീതിയൊക്കെ അവലംബിക്കേണ്ടി വന്നു അല്ലേ? ഇനിയും അധികാരികൾ ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ കഠിനമായ സമരമുറകളിലേക്ക് നീങ്ങേണ്ടി വരികയാണ്. അപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ മുട്ടിലിഴഞ്ഞ് സമരം ചെയ്യുക, അങ്ങനെ ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വീണ്ടും വീണ്ടും സമരം ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് ഒരു പൊസിഷൻ, ഒരു റാങ്ക് നേടിയെടുക്കുന്നു. അതിൽ അർഹതപ്പെട്ട ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി വീണ്ടും അത് സമരം ചെയ്ത് നേടേണ്ട അവസ്ഥയിലേക്ക് ഒരുപാട് ആൾക്കാർ, അതായത് ഇപ്പോൾ ഇവരാണ്. നമ്മൾ നേരത്തെ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തായാലും മറ്റ് ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് മറ്റു ചിലർ കൂടി, ഈ റാങ്ക് ഹോൾഡേഴ്സ് അടക്കമുള്ളവർ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. പിന്നെ നമ്മള് ഇപ്പോ LPSCയുടെ നിയമന സ്തംഭനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഇപ്പൊ നമ്മൾ സമരം ചെയ്യുന്നത്. അതായത് ഒരു 9 മാസമായി ലിസ്റ്റ് വന്നിട്ട് വളരെ രൂക്ഷമായ രീതിയിലുള്ള ഒരു ഡിവിഷൻ ഫോളാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കൊറോണയുടെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു തിരക്കുണ്ടായിരുന്നു. ഗവൺമെന്റ് സ്കൂളിലേക്ക് കുട്ടികളുടെ ഒരു വലിയൊരു ഒഴുക്കുണ്ടായിരുന്നു. പക്ഷെ അതിന് വിപരീതമായിട്ട് ഈ ഒരു പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഒരു ഡിവിഷൻ ഫാൾ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ 84 ഡിവിഷനുകളാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്കൊരു 100ന് പുറത്ത് 100+ വേക്കൻസീസ് ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് നമ്മളിപ്പോ പുനർവിന്യാസം, അതായത് ത്രോൺ ഔട്ടായ അധ്യാപകര് പുനർവിന്യസിച്ചതിന് ശേഷം ഒരു ഒഴിവ് പോലും ബാക്കിയില്ലെന്നുള്ളതാണ് നമ്മൾ എപ്പോഴും DDയിൽ പോകുമ്പോഴത്തേക്കിനും അവർ പറയുന്നത്. ഒഴിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുമെന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഡിവിഷൻ ഫോൾ വരികയാണെങ്കിൽ ഇതേ ഡിവിഷൻ ഫോൾ അടുത്ത വർഷം ഉണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിൽ ഡിവിഷൻ ഫോൾ വരികയാണെങ്കിൽ നമ്മൾ ഒരു വ്യക്തികൾക്ക് പോലും, അല്ലെങ്കിൽ ഇപ്പൊ 579 പേരുടെ ഒരു ലിസ്റ്റാണ് നമുക്കുള്ളത്. ആ ഒരു ലിസ്റ്റിലെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു ആൾക്കാർ മാത്രം കയറുന്ന ഒരു സ്ഥിതിയിലേക്കായിരിക്കും തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 425ഓളം ഉണ്ടായിരുന്ന മെയിൻ ലിസ്റ്റ്, അതായത് കഴിഞ്ഞ LPSC, ഇപ്പൊ കാലാവധി കഴിഞ്ഞ LPSCയിൽ ഏകദേശം 400+ ആൾക്കാരെയാണ് നിയമിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ അന്ന് ആദ്യത്തെ ഒരു 6 മാസത്തിൽ തന്നെ ഒരു 150ന് പുറത്തെ ആൾക്കാർക്ക് അഡ്വൈസായി ആൾക്കാര് സർവീസിൽ കയറി. ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പൊ നിൽക്കുന്ന ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ വ്യക്തികൾ പോലും തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും ഒരു വ്യക്തികൾ പോലും സർവീസിൽ കയറിയിട്ടില്ല. ഇപ്പൊ 9 മാസം ആകുമ്പോൾ അഡ്വൈസ് വന്നിട്ട് തന്നെ നമുക്ക് കാലാവധി 3 മാസ കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങളായി. പക്ഷെ
ഇപ്പോഴും ഇതേ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് ഒരു അക്കാഡമിക് ഇയർ നഷ്ടപ്പെട്ടു, 10 മാസം നഷ്ടപ്പെട്ടു. ഇപ്പോ വളരെ കുറച്ച് മാർച്ച് ആകുമ്പോഴത്തേനും അത് കഴിയും. അത് കഴിഞ്ഞ് ഇനി അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിലും ഇതേ രീതിയിൽ ഡിവിഷൻ പോൾ ആണെങ്കിൽ നമുക്ക് ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. പുതിയ സമര മാർഗങ്ങളിലേക്ക് പോകും. കാരണം അടുത്ത ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ യാതൊരു വിധമായ നടപടികളും ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകത്തില്ല. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് നാളെ മുതൽ സമരം കടുപ്പിക്കാനാണ് ഞങ്ങളുടെ കൂട്ടായ്മയുടെ തീരുമാനം. മന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യങ്ങൾ ബോധിപ്പിച്ചു. മന്ത്രിയെ നേരിട്ട് കണ്ടു, മന്ത്രിയുടെ PA നേരിട്ട് കണ്ടു, DD ഓഫീസുകളിൽ പോയി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ നേരിട്ട് കണ്ടു. അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ വാതിലുകളും ഞങ്ങൾ മുട്ടി. പക്ഷേ ആ വാതിലുകൾ ഞങ്ങളുടെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോ ഒരു ദിവസം ഉണ്ടായ ആവശ്യമല്ലല്ലോ, എത്ര കാലമായി ആവശ്യമായിട്ട് നടക്കും? ഞങ്ങൾ ഈ ആവശ്യമായിട്ട് മുന്നോട്ട് പോയിട്ട് ഏകദേശം ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്ന യഥാർത്ഥത്തില് ഇപ്പം ജൂൺ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ 6th വർക്കിംഗ് ഡേയിൽ നമ്മുടെ കുട്ടികളുടെ എണ്ണം എടുത്ത് സ്റ്റാഫ് ഫിക്സേഷൻ നടത്തേണ്ടതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടും ഒരാളെ പോലും നിയമിക്കാതെ വന്നപ്പോൾ ഞങ്ങൾ ഏകദേശം ജൂലൈ മുതൽ അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മുതൽ ഈ ആവശ്യവുമായി 2025 ജൂലൈ ഓഗസ്റ്റ് മുതൽ ഞങ്ങൾ ഇത്തരം ആവശ്യങ്ങളുമായിട്ട് ഓരോ ഗവൺമെന്റ് ഓഫീസുകളിലും കയറി ഇറങ്ങുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വാർത്തകൾ പോലും ഒരിടത്തും ലഭിക്കുന്നില്ല. അപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു സമരം, അതോ? അല്ല, ഞങ്ങൾ ഈ സമരം ഇന്ന് 3-ാം ദിവസമാണ്. ഞങ്ങൾ 3-ാം ദിവസം അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്കാണ് ഞങ്ങൾ പോയത്. 3-ാം ദിവസമായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങളെ വിളിക്കാത്തതിനാൽ ഇന്നു മുതൽ സമരം കടുപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ എങ്ങനെയായിരുന്നു ഒരു ടോട്ടലുള്ള ഒരു പ്രതികരണം? അല്ല, ഗവൺമെന്റിന് ഞങ്ങൾ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചപ്പോൾ അധിക ബാധ്യതയാകും, സാമ്പത്തിക ബാധ്യതയാകും എന്നാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചത്. ഇപ്പൊ നിരാഹാര സമരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും. നിരാഹാര സമരം 3 ദിവസമായിട്ട് ഞങ്ങളുടെ സഹോദരിമാർ ഇവിടെ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. ഒപ്പം ഇന്ന് മുട്ടിലെഴഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടക്കുകയുണ്ടായി. നാളെ ഇതിനേക്കാൾ കടുത്ത സമര നടപടികളിലേക്ക് പോകും. ഇപ്പോ ഈ സമരം ഇത് നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സ് ആണ്, കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. ഒരു റാങ്ക് കിട്ടണമെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സമരം ചെയ്ത് ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ട ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് പറയുന്നത്? എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒന്നര വർഷത്തോളം നമ്മള് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു. അടുത്ത 1.5 വർഷം ഞങ്ങളിപ്പോ ജോലിക്കായി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇത്രയും ഒരാളെ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ടത് കൊണ്ടോ പരീക്ഷ നടത്തിയത് കൊണ്ടോ ഉള്ള ഉപയോഗം എന്താണ്? ഇത്രയും റാങ്ക് ലിസ്റ്റിൽ ഈ വന്നവരെ ഒരു പ്രതീക്ഷയോടല്ലേ ഒരു കുടുംബമൊക്കെ തുടങ്ങിയിട്ട് പിന്നെ അതിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ എടുത്തു വെച്ചിട്ട് ആ സമയത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് പഠിച്ചു കയറിയവരവര് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും മക്കളും കുട്ടികളും എല്ലാവരും വീട്ടില് നിർത്തിയിട്ടോ അങ്ങനെ കേൾപ്പിച്ചിട്ടാണ് ഇന്ന് ഈ സമരത്തിന് പോലും ഇവിടെ പലരും വന്നേക്കുന്നത്. നമ്മുടെ അധ്വാനത്തിന് അത് ഒരു വില വേണമല്ലോ. ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 9 മാസം കഴിഞ്ഞു. ഞങ്ങൾക്ക് അഡ്വൈസ് ആയവരാ നിങ്ങൾ കുറച്ച് പേരും. ആ അഡ്വൈസ് വന്നിട്ട് 7 മാസമായി. 3 മാസത്തെ അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് കിട്ടണമെന്നാണ്. ഇപ്പോഴും നമ്മൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഇവരാരും കഴിവില്ലാത്തത് കൊണ്ടല്ല ഇങ്ങനെ വന്ന് സമരം ചെയ്ത് ജോലി വാങ്ങേണ്ടത്. നമ്മളെല്ലാരും കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്തതാണ്. ഇപ്പോഴും നമ്മൾ തിരക്കുമ്പോൾ വേക്കൻസി ഇല്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മളോട് പറയുന്നത്.